TGS മീഡിയ ന്യൂസിന്റെ ഏറ്റവും ട്രെൻഡിംഗ് ആയ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഇന്ന് മെയ് 29. ഇന്ന് മലയാളികളെല്ലാം ഞെട്ടലിലാണ്. സ്വർണ്ണവില തിരിച്ചുവരവിന്റെ ഞെട്ടലിൽ. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി തുടർച്ചയായി ഇടിഞ്ഞു നിന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ നിരക്ക് 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 145 രൂപ വർദ്ധിച്ച് 14,450 രൂപയിലെത്തി. പവന് 1,160 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 1,15,600 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വ്യതിയാനങ്ങളും സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. സാധാരണക്കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഈ വർധനവ് വലിയ തിരിച്ചടിയാണ്. അസ്ഥിരമായ ഈ സാഹചര്യത്തിൽ വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രം വലിയ നിക്ഷേപങ്ങൾക്ക് മുതിരുന്നത് ഉചിതമായിരിക്കും. വീഡിയോൺ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. ടാങ്ക് നിറയെ എപ്പോഴും വെള്ളം. നിയമസഭയിൽ സർക്കാരും ഗവർണറും തമ്മിൽ കല്ലുകടി. UDF സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ ഭരണകൂടവും രാജ്ഭവനും തമ്മിലുള്ള ഭിന്നത പ്രകടമായി. വന്ദേമാതരം മുഴുവൻ വായിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം സർക്കാർ തള്ളിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വൈറ്റ് പേപ്പർ പുറത്തിറക്കണമെന്ന് പ്രഖ്യാപനം സഭയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. സംസ്ഥാനത്തിന്റെ കടബാധ്യതയും സാമ്പത്തിക പ്രതിസന്ധിയും പരിഹരിക്കുവാൻ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക എന്നത് ജനങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യമാണ്. 42 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം. ഷൈൻ ജ്വല്ലറി, കുർക്കഞ്ചേരി അമ്പലത്തിന് എതിർവശം. കേരളത്തിൽ മഴ വീണ്ടും ശക്തിപ്പെടുന്നു. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു.